അമേരിക്കൻ വ്യവസായ മേഖലയുടെ കഞ്ഞികുടി ഇപ്പോൾ മുട്ടിച്ചിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ചൈന. എങ്ങനെയാണെന്നല്ലേ, അമേരിക്കയിലേക്ക് സപ്ലൈ ചെയ്യുന്ന റെയർ എർത്ത് ധാതു മൂലകങ്ങളുടെ കയറ്റുമതി ചൈന ചവിട്ടിപ്പിടിച്ചു. അങ്ങനെ അമേരിക്കയിലേക്കുള്ള ധാതു ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നിയന്ത്രിക്കാൻ ചൈന കൈക്കൊണ്ട ഒരു തന്ത്രപരമായ പ്രകോപനം ട്രംപിന് കിട്ടിയ ലേറ്റസ്റ്റ് അടിയായിപ്പോയി. ഇതാ വൈറ്റ് ഹൗസിനുള്ളിൽ കൂട്ടിലിട്ട വെരുകിനെ പോലെ ട്രംപ് കിടന്ന് മുരളുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആകെ കയ്യിലുള്ളത് താരിഫ് എന്ന ആയുധം, അതെടുത്ത് ട്രംപ് പ്രയോഗിക്കേണ്ട ഗതികേടിനുമായി. അങ്ങനെ US പ്രസിഡന്റ് ചൈനീസ് സർക്കാർ സംഘർഷം ഒരു ശാന്തതയ്ക്ക് ശേഷം വീണ്ടും ആളിക്കത്തുകയാണ്. കനലിലെ തീ കെട്ടിരുന്നില്ല എന്ന് നേരത്തെ തന്നെ ലോകത്തെ നയതന്ത്ര വിദഗ്ധർ വിശകലനം ചെയ്തതാണ്. പക്ഷേ ട്രംപും ചൈനീസ് പ്രസിഡന്റും തമ്മിൽ എല്ലാ വെടിനിർത്തലും ലംഘിച്ചുകൊണ്ട് വീണ്ടും ഇതാ വലിയൊരു സംഘർഷത്തിനുള്ള വേദിയായി ചൈനയും US മാറുന്നു. ചൈനയ്ക്കെതിരെ ഉടനെ ട്രംപ് ചെയ്തത് എന്താണെന്ന് അറിയാമോ? അധിക തീരുവ വീണ്ടും പ്രഖ്യാപിച്ചു. നവംബർ 1 മുതൽ 100% അധിക നികുതി വീണ്ടും ചൈന കൊടുക്കണം. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ചൈനയിൽ നിന്നുള്ള സോഫ്റ്റ്വെയറുകൾക്കും മൊബൈൽ ഫോൺ അടക്കമുള്ള എല്ലാത്തിനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ കയറ്റുമതികളിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ഇപ്പോൾ US പ്രസിഡന്റിന്റെ താരിഫ് തീരുമാനം. മറ്റൊരു സുപ്രധാന റദ്ദാക്കൽ കൂടിയുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ. ഈ മാസം അവസാനം ദക്ഷിണ കൊറിയയിൽ നടത്താനിരുന്ന ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള നിർണായകമായ ഉച്ചകോടി അതിന് നടക്കില്ലെന്ന് ട്രംപ് തന്നെ തന്റെ സോഷ്യൽ മീഡിയയിൽ എഴുതി കഴിഞ്ഞു. ഒരു കാരണവുമില്ല, ഇനി എന്ത് പറഞ്ഞു താൻ ഷിയെ കാണുമെന്നാണ് ട്രംപ് ഇപ്പോൾ ചോദിക്കുന്നത്. ചൈന രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ. തന്റെ കയ്യിൽ ഒരു കാരണവുമില്ലെന്ന് ട്രംപ് പറയുമ്പോൾ US കനത്തൊരു തിരിച്ചടി നൽകാൻ ഒന്നല്ല ഒന്നിലേറെ കാരണങ്ങൾ ചൈനയുടെ പക്കലുണ്ടെന്നാണ് സത്യം. കഴിഞ്ഞ ദിവസം ഇറാന്റെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഇന്ത്യക്കാരുടെ കമ്പനികൾക്കടക്കം ഡൊണാൾഡ് ട്രംപ് ഒരു അധിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇറാന്റെ പെട്രോളിയം വിൽപ്പന അവിടെ അത് മുട്ടിക്കുക എന്ന് തന്നെയായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ട്രംപ് ഉദ്ദേശിച്ചത് നടക്കുമോ ഇല്ലയോ എന്നത്, റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ട് പോലും നടക്കാത്ത കാര്യം ഇപ്പോൾ ഇറാന്റെ മേൽ കൊണ്ടുവയ്ക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ് ട്രംപ്. ചൈനയ്ക്ക് എതിരെ അധിക താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? വാൾസ്ട്രീറ്റ് കുത്തനെ ഇടിഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിൽ ഇപ്പോൾ ഏറ്റുമുട്ടൽ വീണ്ടും നേരിട്ട് കാണാൻ പോവുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ തുടർന്ന് ഈ വർഷം ആദ്യം ചൈനയിൽ ചുമത്തിയ ഉയർന്ന താരിഫുകൾ പിൻവലിക്കാൻ ട്രംപ് ഏതാണ്ടൊക്കെ സമ്മതിച്ചതാണ്. പക്ഷേ ചൈന കൊടുത്തത് കനത്ത പണി. എന്തുകൊണ്ടാണ്? ട്രംപിന്റെയും അമേരിക്കയുടെയും ചതി ചൈന തിരിച്ചറിഞ്ഞു. കയറ്റുമതി നിയമങ്ങൾ കർശനമാക്കാനുള്ള ചൈനീസ് തീരുമാനത്തിനെതിരെയാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഹാലിളക്കം. അപൂർവ ധാതുക്കളുടെ കയറ്റുമതി ചൈന നിയന്ത്രിച്ചതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ വിഷയമെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ അപൂർവ എർത്ത് ഉൽപാദകരാണ് ചൈന. അപൂർവ എർത്ത് കാന്തങ്ങൾ, സംസ്കരിച്ച അപൂർവ എർത്ത് മൂലകങ്ങൾ ഇവയുടെ 90% ചൈനയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇലക്ട്രിക് കാറുകൾ മുതൽ വിമാന എഞ്ചിനുകൾ വരെ അമേരിക്കക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 17 മൂലകങ്ങൾ അത്യാവശ്യമാണ്. അതെല്ലാം സപ്ലൈ ചെയ്യുന്നത് ചൈനയാണ്. കഴിഞ്ഞ വേനൽക്കാലത്ത് വാഷിംഗ്ടണും ബീജിംഗും തമ്മിൽ ഏതാണ്ടൊക്കെ ഒന്ന് തണുത്തു വന്നതായിരുന്നു. അതിന്റെ മറവിൽ ടിക്ടോക്കിനെ US സർക്കാരും US ചില കമ്പനികളും ചേർന്ന് വിലക്കെടുക്കുകയും ചെയ്തു. താരിഫ് കുറയ്ക്കൽ കരാറിൽ ഒപ്പുവെച്ചതിനു ശേഷം 4 മാസം മുമ്പ് ആ രാജ്യവുമായുള്ള US ബന്ധത്തെ ട്രംപ് വിശേഷിപ്പിച്ചത് മികച്ചതെന്നായിരുന്നു. ട്രംപിന് ഇതാ ഇപ്പോൾ അത് തിരുത്തി പറയേണ്ട ഗതികേട്ടിലായി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്താൻ ഒരു കാരണം പോലും ഇല്ലെന്ന് ട്രംപിന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. മികച്ചതെന്ന് ട്രംപ് ചൈനയെ വിശേഷിപ്പിച്ചതിന് പിന്നാലെ ട്രംപിന് തിരുത്തി പറയേണ്ടി വന്നു. ട്രംപ് അറിഞ്ഞിട്ടും അറിയാത്ത ചില കാര്യങ്ങൾ അമേരിക്കയിൽ നടക്കുന്നുണ്ട്. ട്രംപ് അറിയാത്തതുപോലെ നടിക്കുകയാണ്. താരിഫുകൾ US ഉപഭോക്താക്കൾക്ക് കനത്ത തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ മൊത്തത്തിൽ വിലക്കയറ്റമാണ്. വർഷങ്ങളായി വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തിന് ശേഷം US ഇപ്പോൾ ഒരു കുഴപ്പവുമില്ലെന്നാണ് ട്രംപിന്റെ വാദം. പക്ഷേ പൊതുവിപണിയിൽ അമേരിക്കയിൽ ഇപ്പോൾ വില കുതിച്ചുയരുകയാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക താരിഫ് ഏർപ്പെടുത്തിയാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കടക്കുന്നത് കുറയും. ചൈനയ്ക്ക് അതിൽ വലിയ നഷ്ടമൊന്നുമില്ല. ചൈന മറ്റ് വിപണി കണ്ടെത്തിക്കൊള്ളും. പക്ഷേ ലോകത്തെ അപൂർവ ധാതുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന 90%-ലധികവും ചൈനയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് അമേരിക്കയിലേക്ക് ചെന്നില്ലെങ്കിൽ ബോയിങ് അടക്കമുള്ള വിമാന കമ്പനികൾ, അമേരിക്കയിലെ മുൻനിര വാഹന നിർമ്മാതാക്കൾ
കാർ ബാറ്ററി നിർമ്മാതാക്കൾ എല്ലാവർക്കും കാര്യമായ പണി കിട്ടുമെന്ന് ഉറപ്പാണ്. എടുത്തുചാടി ട്രംപ് ചൈനയ്ക്ക് അധിക താരിഫ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉദ്ദേശിച്ച കാര്യം നടക്കുകയുമില്ല എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കയിൽ കാണാൻ കഴിയുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച